ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് കൃതീസ് വേൾഡ്. അപ്പം നമ്മുടെ മോർണിംഗ് റൊട്ടീൻസ് ഡെയിലി ബ്ലോഗ്സ് തുടങ്ങിയല്ലേ. രാവിലെ തന്നെ കാറ്റിൻ്റെ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് കേട്ടോ എണീറ്റ് തന്നെ. എന്താണാവുക, നല്ല കാറ്റടിക്കുന്നുണ്ട്. രാവിലെ തുടങ്ങിയതാണ്. ഒന്ന് നിൽക്കുക വീണ്ടും അടിക്കുക, ഒന്ന് നിൽക്കുക വീണ്ടും അടിക്കുക, അങ്ങനെയൊക്കെയാണ്. ഓല വീകണുണ്ട്, തേങ്ങ വീകണുണ്ട്, ഫുള്ളും ചപ്പുചോറൊക്കെ വീണത്. അച്ഛനാളെ തട്ടെടുത്തേക്ക് കേട്ടോ. നോക്കി നല്ല കാറ്റടിക്കുന്നുണ്ട്. ഇനി വല്ലതും വരാൻ കിടക്കുന്നുണ്ടോയെന്ന് ദൈവത്തിനേ അറിയുള്ളൂ. ഇനിയിപ്പോൾ കടലെടുത്തായോണ്ടില്ല കാണുന്നറിയില്ല. കടൽ അടുത്ത ജില്ലയിൽ അടങ്ങുള്ളൂ. കാറ്റടിക്കുന്നു, പാട്. കാറ്റടിക്കുന്നു, മഴ വരുന്നു. വേഗിന്നുള്ളിട്ടോ അതൊന്നാ ചെയ്യും. കാറ്റടിയൊക്കെ മാറിയിട്ട് ഇപ്പോൾ അതാ മഴ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്. പക്ഷെ കാറ്റ് ഇടവിട്ട് കാറ്റാണ് കൂടുതൽ മഴ ഉണ്ടാക്കാറ്റിട്ടോ. കൃതി വേവ് ചെയ്താൽ അവിടെ അപ്പോൾ തിന്നുണ്ട്. ഇന്ന് ഞങ്ങളങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. പൂരി അങ്ങനെ ആർക്കും ഇവിടെ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഗോതമ്പ് കൊണ്ട് പൂരി ഉണ്ടാക്കി നോക്കാം കേട്ടോ അമ്മ. സാധാരണ നമ്മൾ ഇതിനോടെല്ലാം ഉണ്ടാക്കുക, എന്തിനോട്, മൈദേനോട്. അപ്പോൾ ഗോതമ്പ് കൊണ്ട് പൂരി ഉണ്ടാക്കി നോക്കാം. സംഭവം ടേസ്റ്റ് ഉണ്ട്. കൃതി ബേബിയാണ് ഇരുന്ന് കഴിക്കുന്നത്. ഞാൻ എന്നും കഴിക്കാത്തൊരു വെറൈറ്റി അല്ലേ. അപ്പോൾ അതാ ഞാൻ കഴിക്കായിരുന്നു കേട്ടോ. 3 പൂരി, പിന്നെ മസാല ഉരുളക്കിഴങ്ങ് കിട്ടുന്ന മസാല കറി അമ്മ അവിടെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുളിയും തേവാരൊക്കെ കഴിഞ്ഞ് കൃതി ബേബീനെ ഒരുക്കിയിട്ടുണ്ട്. അമ്മ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അമ്മയ്ക്ക് എന്താ നിർദോഷം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കൃതി ബേബിയും പോണുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുങ്ങി കെട്ടി നിൽക്കുകയാണ്. പൗഡറൊക്കെ ഇട്ട് കൊടുത്താണ്. വെണ്ണൂറ് തേച്ചോ. അമ്മച്ചി തുടച്ചരവാ. തുടക്കണേ, സമ്മതിക്കണ്ടേ. മോനെ ആരാണ് കണ്ണാടിയിൽ? നമ്മളെ നല്ലോണ്ട് തുടച്ചെടുക്കേ. പോരെ അതടന്നോട്ടെ, അങ്ങനെ തന്നെയാണ്. മാമനോട് കാറെടുക്കും. കുട്ടീനെ കൊണ്ടുവന്നിട്ട് പോണേ. വിളിച്ചോക്ക്, വിളിച്ചോക്ക്, വിളിച്ചോക്ക്. എടി കൃതി ബേബീനെ പിടിക്കാൻ വേണ്ടിയിട്ട് അമ്മച്ചൻ പോണത്. അമ്മയും മഴ ചാറിനോണ്ട് കാറൊക്കെ എടുത്തിട്ടാണ് പോണത്. അപ്പോൾ ഓലെന്തായാലും പോയി വരട്ടെ. എനിക്ക് കുറച്ച് പണിയുണ്ട് അടുക്കളയിൽ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതായിട്ട് ബൈ ബൈ, പോയിട്ട് വരും. അച്ഛൻ പോണുണ്ടാ ആവട്ടെ, ഇനി നടന്ന് പോണുണ്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ പോയപ്പോൾ തന്നെ ഞാൻ കമ്പം കൊടുന്നു. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. കമ്പത്തിന് വില കുറവായപ്പോൾ ഒരു 5-6 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ ഞാൻ ഇരുന്ന് തിന്നട്ടേന്ന് തോന്നുന്നു. കൃതി ബേബീൻ്റെ കഞ്ഞിയൊക്കെ വെച്ചിട്ട് ഇനി വന്നിട്ടൊക്കെ കഞ്ഞിയൊക്കെ കൊടുക്കണം. കാറ്റ് വീണ്ടും വീശി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ തന്നെ കാറ്റ്. നമ്മളുണ്ടല്ലോ ഈ കടലിൻ്റെ അരിക്കൊക്കെ നിൽക്കുന്നവർക്കൊക്കെ നല്ല കാറ്റ് വീശുമല്ലോ, അതുപോലെയാണ് കാറ്റ് വീശുന്നത്. മഴക്കാറുണ്ടെന്നുള്ളൂ, മഴ അങ്ങനെ പെയ്യണമെന്നില്ല. പക്ഷെ കാറ്റാണ്. ഇപ്പോഴും ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോഴും കാറ്റ് നല്ല പോലെ അടിക്കുന്നുണ്ട്. ദന്തി കിക്കറ്റ് വാങ്ങിച്ചോ, ഒന്നിക്ക് തരുമോ? താങ്ക് യു, താങ്ക് യു പറ.
ചവിട്ട് ചവിട്ട് കാലോണ്ട് ചവിട്ട്. പൊന്തിക്ക ഒന്നുകൂടി. ആ ആ ഗുഡ് ഗേൾ. വീണോല്ലേ? മഞ്ഞ പ്ലേറ്റ് മഞ്ഞ കമ്പം. ആഹാ നോക്ക്, മഞ്ഞ പ്ലേറ്റ് മഞ്ഞ കമ്പം. അപ്പോൾ അതാ ഞാൻ ഔട്ട് ഓഫ് കവറേജ് ഏരിയ കേട്ടോ, അതുകൊണ്ടാണ് അവിടെ പുറത്ത് പോയിരിക്കുന്നത്. റെസ്റ്റ് ആണ് കേട്ടോ. കമ്പത്തിനൊക്കെ വില കുറവാണ്, കിലോന് 50 റുപ്യക്കുള്ളൂ. അപ്പോൾ കുറച്ച് തോനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിന്ന് തീർക്കണമല്ലോ. ഞാനുണ്ടല്ലോ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര സൗണ്ടിലാണ് ചവയ്ക്കുക. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം തന്നെ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ എപ്പോഴും പറയാം അമ്മ ഒന്നും മെല്ലെ ചായച്ചൂടെ, ആ റോട്ടും പോണ ആൾക്കാർക്ക് വരെ കാണാം. പക്ഷെ അതെന്താ അങ്ങനെ എന്തോ ഫിനിഷിങ് ചെയ്തിട്ടോ. അത് കൃതി ബേബിക്ക് എടുത്ത് വെച്ചാൽ എന്താ പറഞ്ഞേ? ഞമ്മക്കങ്ങനല്ല, അവിടെയൊക്കെയാണ്. അതൊന്നും തിന്നല്ലോ കേട്ടോ. ചോറും കൂട്ടാനും വയ്ക്കാം. ബേബി ഇട്ട ഉടുപ്പുണ്ടല്ലോ, കൃതി ബേബീൻ്റെ 56, അതായത് നൂലുകെട്ടിന് വാങ്ങിച്ച ഡ്രസ്സാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടല്ലേ കുഞ്ഞിനെ. അത് ഉള്ളതല്ല ഷോർക്കാണിത്. എൻ്റെ ചുണ്ടരിവാ വേണം നോക്കട്ടെ. നീച്ചെന്നാ നീച്ചക്ക്. ഓ ഓ വയസ്സായി നോക്ക്. നീച്ചക്ക് എണീറ്റിക്കടാ. എങ്ങനെ വയസ്സായ നടക്കുക? അമ്മമ്മ എങ്ങനെ നടക്കുക വയസ്സായിട്ട്? തൈര് കഴിക്കണ്ട. ഇത് കഞ്ഞി കുടിച്ചോ? ചോറുന്നോ? ചോറുന്നോ? ഇത് ശുണ്ടരിയാണ്. ഇത് കുട്ടി ശുണ്ടരിയല്ലേ? ആ ശുണ്ടരി വാവേ, എന്നിട്ട് വാ ശുണ്ടരി വാവേ. കാണില്ല. കാണില്ല ശുണ്ടരി വാവേ. ശുണ്ടരി വാവേ കാണില്ല. എനിക്ക് കഴിക്കാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ചിക്കനും നെയ്ച്ചോറും പപ്പടമാണ്. ഒരാളത് എൻ്റെ പപ്പടം എടുത്ത് പോകണുണ്ടോ? എൻ്റെ പപ്പടം എനിക്ക് തരുമോ? ഇനിയിപ്പോൾ അത് കിട്ടിയത് തന്നെ. അപ്പോൾ ഞാൻ എന്താ ഫുള്ള് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഓണേഴ്സിനെ കാണിച്ചു കേട്ടോ. ആർക്ക് വേണം? കേട്ടോ കിട്ടിയത്. പൂച്ചയും കോഴിയും കാക്കയും തമ്മിൽ മത്സരമായിരുന്നു. 2 എല്ലുണ്ട്, ഇതിൽ 3 ആളുണ്ട്. എന്തായാലും പൂച്ച സ്കോർ ചെയ്തു. നല്ല കാറ്റടിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയുന്നില്ല. എന്നുമില്ലാത്തൊരു കാറ്റടും കാര്യങ്ങളൊക്കെയാണ്. നല്ലപോലെ തണുപ്പും കയറുന്നുണ്ട്. നമ്മൾ ഊട്ടിക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാവില്ല, ആ ഒരു കാറ്റും ആ ഒരു തണുപ്പും അതൊക്കെയാണ് ഇന്നിവിടെ ഫീലാവണത്. എന്താണ് വരാൻ പോകണമെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം ഓരോ സിംബൽസും പ്രകൃതി നമുക്ക് തരും എന്നൊക്കെ പറയുന്നത്. അത് ഉണ്ടാക്കി കാക്കേ എനക്ക് പറയാമല്ലോ, പറ. എന്നിട്ട് ഞാൻ വർത്താനം പറഞ്ഞോളാം. പിന്നെ പറയാൻ സമ്മതിക്കണില്ല. എന്തോ പറയാം. പോയി പ്രകൃതി ഓരോ മുന്നറിയിപ്പും കാര്യങ്ങളൊക്കെ തരുമല്ലോ. എന്താവോ നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഫുഡ് കഴിച്ച് കൈയൊക്കെ ഒന്ന് കഴുകട്ടെ കേട്ടോ. ഇന്ന് പീരിയഡ്സിൻ്റെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ അമ്മ അങ്ങനെ എത്തിച്ചു തരും, ഞങ്ങളിങ്ങനെ കഴിക്കും. എന്തായാലും നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾ വീണ്ടും വന്നിട്ടുണ്ട് ഒച്ച ഉണ്ടാക്കാൻ. ഒന്നും ഉണ്ടാകുക കാക്കേ.
ചിലവള് പണിയൊക്കെ കഴിച്ചിട്ട് അമ്മ അവിടെ എന്തോ മാക്സിയോ കാര്യങ്ങളെന്തോ നോക്കാൻ പോയതാ. പണ്ട് നമ്മൾ പുറത്ത് പോയി വാഷ് ചെയ്യാനാണ്. ഇപ്പോൾ പിന്നെ കുറച്ചൊക്കെ ഒരു ആചാരങ്ങൾക്കൊരു ഇതുണ്ട്. കാലം പോകും തോറും ആചാരങ്ങൾ ചില ആചാരങ്ങൾക്ക് ഇതിനൊക്കെ മാറ്റണം. എന്നാലും നമ്മളിവിടെ കഴുകിയിട്ട് ഇവിടെ വയ്ക്കുക. എന്നിട്ട് അമ്മ വീണ്ടും റിപ്പീറ്റ് കഴുകി വെക്കും. വീട് വെള്ളം കുടിക്കാം നമുക്ക്. ഇവിടെ വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട് തൂക്കാത്രത്തിൽ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം പറഞ്ഞു വന്നത്, നമ്മൾ ഫോളോ ചെയ്ത സിസ്റ്റങ്ങൾ, അതായത് ഈ ഒരു പീരിയഡ് സമയത്ത് നമ്മൾ മാറി നിൽക്കുന്നത്, തൊടാൻ പറ്റില്ല, അങ്ങനത്തെ സിസ്റ്റമൊന്നും. എനിക്കൊരു പെൺകുട്ടിയാണ്, ഞാൻ എന്തായാലും അല്ലെങ്കിൽ അവളെ അതൊന്നും ഫോളോ ചെയ്യിപ്പിക്കില്ല. നമുക്കറിയാലോ അത് എന്താണ് ഏതാണ്. പണ്ടത്തെ ഈ കാക്ക എന്നെ കൊണ്ട് വർത്തമാനം പറയാൻ സമ്മതിക്കില്ല. പണ്ടത്തെ ആൾക്കാരെ ഓരോ ആചാരങ്ങളും കാര്യങ്ങളല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഫോളോ ചെയ്ത് പോന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ലൈഫിൽ അതൊന്നും വർക്കാവണ ഒരു കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ചെയ്താലുള്ളൊരു കംഫർട്ട് ഫീൽ ആവുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം. ഇത് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം. ഈ ഒരു ടൈമിൽ ഞങ്ങളിവിടെ 3 ദിവസമാണ് നിൽക്കാറ്. 3 ദിവസം കഴിഞ്ഞ് പണ്ടൊക്കെ പായയിലൊക്കെ കിടന്ന് അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോഴും അതന്നെ കേട്ടോ. പക്ഷെ ഇതൊന്നും ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എന്തായാലും ഇങ്ങനത്തെ രീതിയിലൊന്നും ചെയ്യിപ്പിക്കില്ല കേട്ടോ. നമ്മൾ വളർന്ന പോലെ അവരെ വളർത്തരുത്. ഇപ്പൊക്കെ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അമ്മയായാലും അതേപോലെ നമ്മുടെ സമൂഹമായാലും. പിന്നെ ഇവിടെ അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് പിന്നെയും കുറച്ചൊക്കെ ഒരു ഇത്. പിന്നെ കൃതി ബേബി വന്നിട്ട് കൃതി ബേബീനെ ഉറക്കാനുണ്ട്. ഞാനൊന്ന് കിടക്കട്ടെ, ചെറിയ വയറുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആരും ലൈക്ക് ചെയ്യലില്ല, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോടോ. അപ്പം നാളെ കാണാം. ടാറ്റ ബൈ ബൈ, സീ യു.